പുതിയൊരു അധികാര കേന്ദ്രമായി മാറാൻ ലക്ഷ്യമിട്ട തമിഴക വെട്രിക്കഴകം അധ്യക്ഷൻ വിജയ് നടത്തുന്ന നീക്കങ്ങൾ വലിയ ചർച്ചകൾക്ക് വഴി തുറക്കുകയാണ്. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തെന്നിന്ത്യൻ സൂപ്പർതാരം 2 മണ്ഡലങ്ങളിൽ നിന്ന് ജനവിധി തേടുമെന്ന റിപ്പോർട്ടുകൾ തമിഴ് രാഷ്ട്രീയത്തെ ചൂടുപിടിപ്പിച്ചിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടി പ്രവർത്തകർക്കിടയിലും രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിലും മണ്ഡലങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ മുറുകുമ്പോൾ വിജയ് മത്സരിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളായി വിരുഗമ്പാക്കം, വേലച്ചേരി എന്നിവരുടെ പേരുകളാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. നഗര കേന്ദ്രീകൃതമായ വോട്ടർമാരിലേക്ക് നേരിട്ടെത്തുക എന്നതാണ് ചെന്നൈയിലെ മണ്ഡലങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലൂടെ വിജയ് ലക്ഷ്യമിടുന്നത്. വിരുഗമ്പാക്കം, വേലച്ചേരി എന്നീ മണ്ഡലങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ കണക്കുകൂട്ടലുകൾ ഉണ്ടെന്നാണ് വിവരം. യുവാക്കളുടെയും മധ്യവർഗ വോട്ടർമാരുടെയും വലിയ സ്വാധീനമുള്ള ഈ മേഖലകളിൽ പാർട്ടിക്ക് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് ടി.വി.കെ നേതൃത്വം കരുതുന്നു. നഗര പ്രാദേശിക മേഖലകളിൽ പാർട്ടിയുടെ അടിത്തറ ശക്തമാക്കുന്നതിനും വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുക്കുന്നതിനും വിജയുടെ ഈ സ്ഥാനാർത്ഥിത്വം ഒരു ഉത്തേജകമാകുമെന്ന് പ്രവർത്തകർ വിശ്വസിക്കുന്നു. കേവലം ഒരു സിനിമാ താരം എന്നതിലുപരി ഗൗരവമുള്ള ഒരു രാഷ്ട്രീയ നേതാവായി സ്വയം അടയാളപ്പെടുത്താനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത്. വിജയ് എന്ന പേരിന്റെ ആദ്യാക്ഷരമായ വി എന്നതിൽ തുടങ്ങുന്ന മണ്ഡലങ്ങൾ രാഷ്ട്രീയ ഭാഗ്യം കൊണ്ടുവരുമെന്നൊരു വിശ്വാസം പാർട്ടി പ്രവർത്തകർക്കിടയിലുണ്ട്. ഇതിന്റെ ഭാഗമായാണ് വിരുഗമ്പാക്കം, വേലച്ചേരി, വിക്രവണ്ടി, ദേവാരണ്യം എന്നീ മണ്ഡലങ്ങൾ പ്രാഥമിക പട്ടികയിൽ ഇടം പിടിച്ചത്. ടി.വി.കെയുടെ ആദ്യ രാഷ്ട്രീയ സമ്മേളനം നടന്ന വിക്രവണ്ടി മണ്ഡലത്തോടും വിജയ്ക്ക് വൈകാരികമായ അടുപ്പമുണ്ട്. എന്നാൽ വിജയ സാധ്യതയും ചെന്നൈയുമായുള്ള ഭൂമിശാസ്ത്രപരമായ അടുപ്പവും കണക്കിലെടുക്കുമ്പോൾ വിരുഗമ്പാക്കത്തിനാണ് കൂടുതൽ മുൻഗണന നൽകുന്നത്. ഓരോ ചുവടും അളന്നു തൂക്കി മാത്രമാണ് വിജയ് മുന്നോട്ട് വെക്കുന്നത്. വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് അടിത്തറവാകിയത് 2021 തമിഴ്നാട് തദ്ദേശ തിരഞ്ഞെടുപ്പാണ്. അന്ന് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ ആരാധക സംഘടനയായ വിജയ് മക്കൾ ഇയക്കം സ്വതന്ത്രയായി മത്സരിച്ച മികച്ച വിജയം കൈവരിച്ചിരുന്നു. മത്സരിച്ച 169 സീറ്റുകളിൽ 115 എണ്ണത്തിലും വിജയിച്ചതോടെ വിജയുടെ രാഷ്ട്രീയ കരുത്ത് ഭരണകക്ഷികൾ പോലും ശ്രദ്ധിച്ചു തുടങ്ങി. ഈ വിജയമാണ് കൃത്യമായ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനുള്ള ആത്മവിശ്വാസം അദ്ദേഹത്തിന് നൽകിയത്. കേവലം സിനിമയിലെ ജനപ്രീതി മാത്രമല്ല, മറിച്ച് അടിത്തട്ടിൽ ശക്തമായ ഒരു സംഘടനാ സംവിധാനം തനിക്കുണ്ടെന്ന് വിജയ് ഇതിനകം തെളിയിച്ചു കഴിഞ്ഞു. ഈ കരുത്ത് 2026 വോട്ടായി മാറുമെന്നാണ് ടി.വി.കെ ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ പോരാട്ടം DMK-യുമായിട്ടാണ് എന്ന് വിജയ് പലതവണ തുറന്നു പറഞ്ഞിട്ടുണ്ട്. നിലവിലെ ഭരണകക്ഷിയായ DMK താഴെ ഇറക്കാൻ തങ്ങൾക്ക് മാത്രമേ സാധിക്കൂ എന്ന ഉറച്ച വിശ്വാസം അദ്ദേഹം പ്രവർത്തകർക്ക് നൽകുന്നു. ത്രികോണ മത്സരത്തിനുള്ള സാധ്യതകൾ തള്ളിക്കളഞ്ഞ വിജയ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ടി.വി.കെയും DMK-യും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലായിരിക്കും വരാനിരിക്കുന്നതെന്ന് പ്രഖ്യാപിച്ചു. അഴിമതിക്കെതിരെയും കുടുംബ രാഷ്ട്രീയത്തിനെതിരെയും അദ്ദേഹം നടത്തുന്ന പ്രസംഗങ്ങൾ ജനങ്ങൾക്കിടയിൽ വലിയ തരംഗം സൃഷ്ടിക്കുന്നുണ്ട്. ഭരണകക്ഷിയുടെ നയങ്ങളെ നിശിതമായി വിമർശിക്കുമ്പോഴും ജനക്ഷേമകരമായ ബദൽ പദ്ധതികൾ തങ്ങളുടെ പക്കലുണ്ടെന്ന് വിജയ് അവകാശപ്പെടുന്നു. തമിഴ്നാട്ടിലെ മൊത്തം വോട്ടർമാരിൽ വലിയൊരു ശതമാനം വരുന്ന 35 വയസ്സിൽ താഴെയുള്ള യുവാക്കളാണ് ടി.വി.കെയുടെ കരുത്ത്. പുതിയ വോട്ടർമാരെ ആകർഷിക്കുന്നതിനായി നൂതനമായ പ്രചാരണ രീതികളാണ് പാർട്ടി ആവിഷ്കരിക്കുന്നത്. വിജയ് മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ നേരിട്ടെത്തി വോട്ടർമാരുമായി സംവദിക്കുന്നത് ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന്റെ സ്വീകാര്യത വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ജനങ്ങളുടെ അഭിപ്രായങ്ങൾ തേടിയ ശേഷമായിരിക്കും സ്ഥാനാർത്ഥിത്വത്തിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. ഇതിനായി മണ്ഡലങ്ങളിൽ പ്രത്യേക സർവേകളും പാർട്ടി നടത്തിവരുന്നുണ്ട്. വിജയസാധ്യത ഏറ്റവും കൂടുതലുള്ള മണ്ഡലങ്ങളിൽ തന്നെ വിജയ് മത്സരിക്കണമെന്ന നിർദ്ദേശമാണ് ബഹുഭൂരിപക്ഷം പ്രവർത്തകരും മുന്നോട്ട് വെക്കുന്നത്. വിജയ് മത്സരിക്കുന്ന 2 മണ്ഡലങ്ങളുടെയും ഔദ്യോഗിക പ്രഖ്യാപനം വൈകാതെ തന്നെ ഉണ്ടായേക്കും. തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ഈ ചടുല നീക്കങ്ങൾ ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിടുമെന്ന് ഉറപ്പാണ്. സിനിമയിലെ പോലെ തന്നെ രാഷ്ട്രീയത്തിലും തന്റെ ആധിപത്യം ഉറപ്പിക്കാൻ വിജയ്ക്കാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്.